ഹലോ ഫ്രണ്ട്സ്, രാവിലെ തന്നെ ഒരു കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല മഴയുള്ളൊരു ദിവസം കേട്ടോ. രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. തലേ ദിവസം തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും മാവൊഴിച്ച് ഇഡ്ഡലിത്തിട്ട് പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിക്ക് കറി സാമ്പാറാണ്. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പുളി ചേർക്കാനുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പത്ത് മിനിറ്റ് വേവിച്ച ശേഷം ഇഡ്ഡലി തട്ടെടുത്ത് പുറത്ത് വെച്ചു. ഇനി ഒരു സെറ്റും കൂടെ ഉണ്ടാക്കാനുണ്ട്. കുക്കറിൽ വിസിൽ വന്നപ്പോഴേക്കും ഞാൻ കുക്കർ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു, ഒന്ന് തിളപ്പിച്ചെടുത്തു. പിന്നെ സാമ്പാർ താളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുത്തു. ഇനി സാമ്പാറിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്ത് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക. മസാലപ്പൊടി ചേർക്കാം. മസാലപ്പൊടി ഞാനിവിടെ മുളക് പൊടിയും സാമ്പാർ പൊടി കായപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് കഷ്ണം വേവിച്ചെടുത്തത്. എന്നിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം കുക്കറിലേക്ക് നമ്മുടെ വെന്ത് വന്ന കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രാവിലെ തന്നെ മഴ തകർത്ത് പെയ്യാട്ടോ. കിച്ചൂട്ടൻ രാവിലെ സ്കൂളിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴത്തേക്കും അടുത്ത സെറ്റ് ഇഡ്ഡലിയും കൂടെ റെഡിയായി. ഞാനത് ഇറക്കി വെച്ചിട്ട് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം കിച്ചൂട്ടിന് കഴിക്കാൻ വേണ്ടി കൊടുക്കാം. അവന് ഇത്ര ഇഡ്ഡലിയൊന്നും കഴിക്കില്ല കേട്ടോ. ഞാനൊരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു എന്നുള്ളൂ. അങ്ങനെ ചായയൊടിയെല്ലാം കഴിഞ്ഞിട്ട് അവന് വണ്ടി വരാൻ നേരമായി. അപ്പോഴേക്കും അവർ റെഡിയായിട്ട് ഇറങ്ങി.
കിച്ചോട്ടിൽ നിന്ന് അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. ചില ദിവസങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കഴിക്കാറുണ്ട്, ചില ദിവസം വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അപ്പം ഇന്ന് സ്കൂളിൽ നിന്ന് കഴിച്ചോളാന്നാണ് പറഞ്ഞത്. മഴ തകർത്ത് പെയ്യുന്നത് തുടങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. മുറ്റത്തിൻ്റെ ഒക്കെ ഒരു കിടപ്പ് കണ്ടില്ലേ. ഞാൻ തലേ ദിവസം അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഉണക്കമീൻ മസാല ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ചോറ് തിളച്ച് വന്നപ്പോഴത്തേക്കും അത് ഊറ്റിയിട്ടു. അപ്പം ഇന്ന് രാവിലത്തെ ഏറെക്കുറെ പരിപാടിയൊക്കെ അവസാനിച്ചു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.